ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ നിൽക്കുന്നത് കരമനയാറിൻ്റെ തീരത്താണ്. ആ കാണുന്നതാണ് വണ്ടി പോകുന്ന കരമന പാലം. ഇത് നന്ദിലത്ത് ജി മാർട്ടിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഇടവഴിയിലാണ്. അവിടെ പാർക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. കൽപ്പടകളെല്ലാം ടൈൽ പാകിയിട്ടുള്ളതാണ്. ഒരുപാട് ശാന്തസുന്ദരമായ പ്രദേശമാണ്. പ്രശസ്തനായ എഴുത്തുകാരനായ ശൂരനാട് കുഞ്ഞൻപിള്ളയും മലയാറ്റൂർ രാമകൃഷ്ണനും കരമനവാസികളായിരുന്നു. പിന്നെ നമ്മുടെ ഗായിക KS ചിത്ര കരമനയിൽ ജനിച്ചു വളർന്നതാണ്. കൈവരിയും വിശാലമായ ഇരിപ്പിടവും അവിടെയുണ്ട്. തണലൊരുക്കാനായി തണൽ വൃക്ഷങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് വായിക്കാൻ ഒരു കുന്നു പുസ്തകങ്ങൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഒരു ബാസ്ക്കറ്റിനകത്ത്. അവിടെ ചെല്ലുന്ന ആർക്ക് വേണമെങ്കിലും അതൊന്ന് മറിച്ച് നോക്കാനുള്ള അവസരമുണ്ട്. ഐതിഹ്യങ്ങൾ പറയുന്നത് കരമനയാറിൻ്റെ കരയിൽ ഒരു നമ്പൂതിരി മന ഉണ്ടായിരുന്നു എന്നും അന്നത്തെ കാലത്ത് ആ സ്ഥലത്തെ മനുഷ്യരുടെ ജീവിതം ആ മനയെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്നുമാണ്. കാലക്രമേണ ആ മന അന്യം നിന്ന് പോവുകയും ചെയ്തു അത്രേ. കരമനയാറിൻ്റെ കരയിലെ ഉണ്ടായിരുന്ന ആ മനയെ ഓർമ്മിപ്പിക്കുന്നതാണ് കരമന എന്ന പേര്. പിന്നെ അവിടെ ആയിട്ട് വാണിംഗ് ബോർഡുകൾ കാണാം കേട്ടോ. അഗസ്ത്യാകൂടത്തിലെ ചെമ്മുഞ്ഞിമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് പുഴ കോവളത്തിനടുത്ത് തിരുവല്ല എന്ന സ്ഥലത്ത് വെച്ച് അറബിക്കടലിൽ ചേരുന്നു. വെപ്പാറ ഡാമും പെമ്പാറ വന്യജീവി സങ്കേതവും ഈ നദിയിലാണ് ഉള്ളത്. പുഴയുടെ അങ്ങേയറ്റം വരെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്, കൈവരിയും കൊടുത്തിട്ടുണ്ട്. മാലിന്യം നിക്ഷേപിക്കരുത് എന്നുള്ള ബോർഡും നമുക്ക് അവിടെ ആയിട്ട് കാണാം. ആറിൽ അധികം ആരും കയറുന്നുണ്ടായിരുന്നില്ല. ഈ സ്ഥലത്താണ് ബോട്ടിംഗ് പോയിന്റ്. അതിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൈവരി കൊടുത്തിട്ടുണ്ട്. ആറിനെ നമുക്ക് അടുത്തറിയാൻ മേൽക്കത്തക്ക രീതിയിൽ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.